ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കൂടെ പരിശുദ്ധയാത്മാവ് ഇന്ന് രാവിലെ സമയം നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഫിലിപ്പിയ കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരു ഭക്തൻ ഫിലിപ്പയിലുള്ള വിശ്വാസികളോട് പറയുക, നിങ്ങൾ സന്തോഷിക്കണം. 2, നിങ്ങൾ വിചാരപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. അങ്ങനെയെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ അപ്പോസ്തലൻ പിന്നത്തതിൽ നാം കാണുന്നു, താഴ്ചയിലിരിക്കുന്നവനും താൻ തന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, ഞാൻ താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും പഠിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധിമുട്ടും ഞെരുക്കവും ഉണ്ടായാൽ അതിനെയും തരണം ചെയ്യുവാനുള്ള കൃപ ഞാൻ പ്രാപിച്ചിരിക്കുന്നു. യഹോവയായ ദൈവം എന്നെ താഴ്ചയിലും ഉയർച്ചയിലും നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്. ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കണം. ഇന്നത്തെ ഞെരുക്കവും ഈ പ്രതികൂല സാഹചര്യവും കണ്ട് തളർന്നു പോകണ്ട, വിചാരപ്പെടണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ തന്നെ നിങ്ങൾ സന്തോഷമുള്ളവരായി തീർന്നാൽ നാം അറിയാത്ത വഴികളിൽ ദൈവം നമ്മെ നടത്തുകയും അത് ദൈവീയ സമാധാനത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. ഈ രാവിലെ സമയം ഈ ദൈവവചന ഭാഗം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് പിന്നെയും നാം കേൾക്കുന്നു.